ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും ഇന്ന് എൻ്റെ ടൈറ്റിലൊക്കെ കണ്ടല്ലോ അല്ലേ? ആരാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്, ഡോക്ടേഴ്സോ നഴ്സസോ? ഓഫ് കോഴ്സ് അതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ രണ്ടുപേരും നന്നായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഡോക്ടേഴ്സായാലും നഴ്സസായാലും അവർക്ക് നല്ല എഫേർട്ടുള്ള ജോലിയാണുള്ളത്. ഇപ്പം നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ എല്ലാ കാറ്റഗറിയിലും അല്ലേ, എസ്പെഷ്യലി സർജൻസൊക്കെ ആണെങ്കിൽ ഈക്വലി അവർക്ക് ഫിസിക്കൽ ടാസ്ക് ഉണ്ട്. അവർക്ക് ഒത്തിരി നേരം നിന്ന് സർജറി ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആൾക്കാരുണ്ട് മോസ്റ്റ് ഓഫ് ദ സർജൻസ്. അതുപോലെ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ആയാലും നന്നായിട്ട് സ്ട്രെയിൻ എടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് അല്ലാതെ ഇപ്പം നോർമൽ ഒരു ഡോക്ടേഴ്സിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ, ഒരു ക്ലിനീഷ്യൻ, ഒരു നഴ്സസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓഫ് കോഴ്സ് നഴ്സസിന് ഫിസിക്കൽ ടാസ്ക് ഒന്നുകൂടി കൂടുതലാണ്. ഫിസിക്കൽ ടാസ്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ കാണുന്നു. പേഷ്യൻസിനെ ഇപ്പം നോർമലി ഇപ്പം ജനറൽ ഫിസിഷ്യനൊക്കെ ആണെങ്കിൽ ഡോക്ടർ പേഷ്യൻറ്റിനെ കാണുന്നു, പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നു, അവരെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ എല്ലാവർക്ക് അത് റിസൾട്ട് നോക്കി അതിൻ്റെ മെഡിക്കേഷൻ അവർ ഓർഡർ ചെയ്യുന്നു. അവരാണ് ശരിക്കും ഹീലിംഗ് തുടങ്ങുന്നത്. ഒരു പേഷ്യൻറ്റിനെ ഹീൽ ചെയ്യാൻ അവരുടെ ഒരു ഹാൻഡ് കൊണ്ടേ പറ്റുള്ളൂ. അത് ഓഫ് കോഴ്സ് ഞാൻ എഗ്രി ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടില്ലാതെ ഒരു പേഷ്യൻറ്റും എന്താ പറയുന്നത്, ക്യൂർ ആവത്തില്ല. അപ്പോൾ അവരുടെ ആ ടാസ്ക്, അവർക്കൊരു മിസ് ഡയഗ്നോസിസ് വന്നാൽ, അല്ലെങ്കിൽ അവർക്കൊരു മെഡിക്കേഷൻ എറർ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എറർ വന്നാൽ അത് ഒത്തിരി പേഷ്യൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓഫ് കോഴ്സ് ഇതെല്ലാം വളരെ റിസ്ക് ഉള്ള ഒരു ജോലി തന്നെയാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. പക്ഷേ നഴ്സസ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നഴ്സസിന് ഒന്നുകൂടെ ഫിസിക്കൽ ടാസ്ക് കൂടുതലാണെന്ന് പറയാൻ കാരണം, 24/7 പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുന്നത് നഴ്സസ് ആയിരിക്കും. അപ്പം നഴ്സസ് എന്തൊക്കെ ചെയ്യണം? ആ പേഷ്യൻറ്റിനെ നോക്കണം, പേഷ്യൻറ്റിനെ അസസ് ചെയ്യണം, പേഷ്യൻറ്റ് മെഡിക്കേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യണം, ഡോക്ടേഴ്സിൻ്റെ പുതിയ ഓർഡർ ഉണ്ടെങ്കിൽ അത് ക്യാരിഡ് ഔട്ട് ചെയ്യണം, എന്തെങ്കിലും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ ചെയ്യണം. കൂടാതെ പേഷ്യൻറ്റ് സ്പെഷ്യലായിട്ട് എന്താ പറയുക, CT ഉണ്ടെങ്കിൽ CTക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എക്സ്റേ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനെല്ലാം നേഴ്സാണ് അവരെ അക്കമ്പനി ചെയ്യേണ്ടത്. അപ്പോൾ നേഴ്സ് ഇല്ലാണ്ട് ഒരു പ്രൊസീജിയറിനും പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ അവർ ബിസി ആയിരിക്കും. കൂടാതെ മെഡിക്കേഷൻ പോലെയുള്ള ഒരു പേഷ്യൻറ്റ് അന്നത്തെ ദിവസത്തിലുള്ള എല്ലാ ഓർഡറും ക്യാരിഡ് ഔട്ട് ചെയ്യേണ്ടത് ഒരു നേഴ്സസാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നേഴ്സിനെന്ന് പറഞ്ഞാൽ ഒത്തിരി പേഷ്യൻസിനെ അതുപോലെ നോക്കണം. അവരുടെ ഒരു 12 hour ഷിഫ്റ്റിൽ അല്ലെങ്കിൽ 7 to 7 ഡ്യൂട്ടിയിൽ അവർക്ക് മേ ബി ജനറൽ വാർഡിലൊക്കെ ആണെങ്കിൽ 7 to 9 പേഷ്യൻസിനെയൊക്കെ അവർക്ക് നോക്കേണ്ടതായിട്ടുള്ള ദിവസങ്ങളുണ്ടാകും. അപ്പം അവർക്ക് ആ ഓരോ പേഷ്യൻറ്റും ഇതുപോലെ ഒരു 10 ടാസ്ക് പെർ ഒരു 7 പേഷ്യൻസിനാണെങ്കിൽ 7 into 10, അല്ലെങ്കിൽ 10 ടാസ്ക് ഫോർ 5 പേഷ്യൻസിനാണെങ്കിൽ 5 into 10, 50 ടാസ്ക് അവർക്ക് ആ പേഷ്യൻസിന് വേണ്ടി മാത്രം, അതായത് ഡെയിലി റൂട്ടീൻ ടാസ്ക് ആ പേഷ്യൻസിന് വേണ്ടി മാത്രം ചെയ്യേണ്ടി വരും. പിന്നെ അവർക്ക് ഈ റൂട്ടീൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ, അപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻസൊക്കെ ആണെങ്കിൽ അവരെ എന്താ പറയുക, ബെഡ് ബാത്ത് കൊടുക്കാൻ തന്നെ ഒരു 1 hour എടുക്കും. പിന്നെ ബെഡ് സോറുള്ള പേഷ്യൻസ്, അതായത് അവരുടെ ദേഹം പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ വൂണ്ടിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അങ്ങനെയുള്ള അഡീഷണൽ ടാസ്ക്. അപ്പോൾ ഒരു ഹെവി പേഷ്യൻ്റ് ആണെങ്കിൽ അവരെ സൈഡിൽ, ഇപ്പം ബെഡ് റിഡൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് എവറി 2 hour അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കിടത്തണം, അവർക്ക് ഓറൽ കെയർ കൊടുക്കണം. അവർ A to Z, ഇപ്പോൾ ഫീഡിങ് ഉള്ളതാണെങ്കിൽ ട്യൂബ് ഫീഡിങ് കറക്റ്റ് തെറ്റാതെ കൊടുക്കണം. കണ്ടിന്യൂസ് ഫീഡിങ് ഉള്ളവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ എക്യുപ്മെൻ്റൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ അവരുടെ പാരലൽ ടാസ്ക് ആയിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കെയർഫുള്ളായിട്ട് നഴ്സസ് നോക്കി നടത്തണം. അപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക്, ഏതെങ്കിലും ഒരു മെഡിക്കേഷൻ ടൈമിൽ കൊടുത്തില്ലെങ്കിൽ അത് പേഷ്യൻ്റെ ലൈഫിനെ റിസ്ക്കിയാക്കും. അവിടെ നഴ്സസിന് സ്ട്രെസ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫീഡിങ് കറക്റ്റായിട്ട് ചെന്നില്ലെങ്കിൽ അവിടെ പേഷ്യൻറ്റിനെ ബാധിക്കും. അതുപോലെ ഡോക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റ് സമയത്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ബ്ലഡ് എടുത്ത് വിട്ടില്ലെങ്കിൽ അതും ആ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റിനെയും പേഷ്യൻ്റെ റിക്കവറിനെയും വളരെ എന്താ പറയുന്നത്, എഫക്റ്റ് ആവുന്ന ഒരു മാറ്റേഴ്സ്. അപ്പം നഴ്സസും നല്ല റിസ്ക് അല്ലെങ്കിൽ സ്ട്രെസ്സുള്ള ജോലിയാണ് ചെയ്യുന്നത്. അവർ 24/7 അല്ലെങ്കിൽ 12 hour എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റണ്ണിങ് മോഡിലായിരിക്കും. അവർക്കൊരു എന്താ പറയുക, കാര്യമായ ഒരു റെസ്റ്റ് ടൈം കിട്ടുന്നില്ല. അതേസമയം ഡോക്ടേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അതുപോലെ കുറേ പേഷ്യൻസിനെ ഡോക്ടേഴ്സിനെ OPDയിലൊക്കെ കാണേണ്ടി വരും. അവരെല്ലാം നോക്കണം, അസസ് ചെയ്യണം, ഡയഗ്നോസ് ചെയ്യണം, അവർക്ക് ഓർഡർ പ്രിസ്ക്രൈബ് ചെയ്യണം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫിസിക്കൽ ടാസ്ക് കുറവായിരിക്കും. ഓഫ് കോഴ്സ് ഞാൻ എഗ്രി ചെയ്യുന്നു, സർജൻസിനൊക്കെ ലോങ് സ്റ്റാൻഡിങ് ആണ്, അവർ റിസ്ക് എടുത്ത് പ്രൊസീജിയർ ചെയ്യുന്നു, അവർക്ക് ഒത്തിരി ടാസ്ക്, അവരുടെ ടാസ്കും ഈക്വൽ ആയിട്ട് പോകും സർജറി ഉള്ള ദിവസം സർജൻസിന്. അപ്പം
അങ്ങനെയാകുമ്പോൾ അവർക്കും ഈക്വലി പോയി. പക്ഷേ അല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നഴ്സസാണ് എപ്പോഴും ഫിസിക്കൽ ടാസ്ക് കൂടുതലുള്ള ആൾക്കാർ. ഇത് കൂടാതെ ഇപ്പം നഴ്സിന് ന്യൂ അഡ്മിഷനും കൂടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പേഷ്യൻസ് വാർഡിലേക്ക് വരുവാണെങ്കിൽ ആ പേഷ്യൻസിൻ്റെ A to Z ഇത് പറഞ്ഞ പോലെ അവരെ റിസീവ് ചെയ്യുന്നു, അവർക്ക് ആദ്യം ചെയ്യേണ്ട അസസ്മെൻറ്റ് ചെയ്യുന്നു, അവർക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, അതുപോലെ തന്നെ അവർക്ക് വീണ്ടും എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എക്സ്റേ സ്കാൻ പോലെ ഉണ്ടെങ്കിൽ അതിനും പേഷ്യൻറ്റിനെ കൊണ്ടുപോകണം, അവർക്ക് ഈ ഉള്ള 5 പേഷ്യൻസിനെ കൂടാതെ. അപ്പം ഇങ്ങനെയാണ് മിക്കവാറും. അത് ഓരോ വാർഡുകൾ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഓരോ വാർഡിലും ഇത്രത്തോളം തന്നെ മിനിമൽ ഫിസിക്കൽ ടാസ്ക് നഴ്സസിന് വരുന്നുണ്ട്. അപ്പം നഴ്സിങ്ങിനൊരു ഇരിക്കാനുള്ള സമയം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനുള്ള സമയം, ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രത്തോളം ഈക്വലി സ്ട്രെസ്സും ഈക്വലി എന്താ പറയുന്നത് ഫിസിക്കൽ ടാസ്കും ഒക്കെ വന്നാലും സാലറിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഡോക്ടേഴ്സിനെക്കാളും വളരെ താഴ്ന്ന സാലറിയാണ് നാട്ടിലൊക്കെ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെയൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് സാലറിയൊക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ നാട്ടിലെ നഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സാലറി സ്കെയിൽ വളരെ പതറ്റിക്കാണ്. അപ്പം നാട്ടിലെ ഗവൺമെൻറ്റ്സ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യണം നഴ്സസിൻ്റെ സാലറി. കാരണം നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും, നിങ്ങൾ എങ്ങനെ പോയി നോക്കിയാലും, ഇപ്പം ഗവൺമെൻറ് അതോറിറ്റിയിലുള്ള ആര് അഡ്മിറ്റ് ആയാലും നിങ്ങൾ കാണുന്നതാണ്, നിങ്ങളുടെ കൂടെ 24/7 ആരാണ് കൂടുതൽ ഫിസിക്കലി ടാസ്ക് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഡോക്ടേഴ്സിനെ ഞാൻ കുറച്ച് പറയുമല്ലോ, ദേ ആർ ഓൾസോ ഡൂയിങ് ഗ്രേറ്റ് ജോബ്. അവരില്ലാതെ നിങ്ങൾക്ക് എന്താ പറയുന്നത് റിക്കവറി സാധ്യമല്ല. അവർ അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അവരർഹിക്കുന്ന സാലറി അവർക്ക് കൊടുക്കണം. അതേസമയം നേഴ്സസ് അർഹിക്കുന്ന സാലറിക്ക് നേഴ്സസിനും കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. എസ്പെഷ്യലി ഇന്ത്യയിൽ നേഴ്സസിന് ഇപ്പോഴും വളരെ ലോ സ്കെയിൽ സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാലറി സ്കെയിൽ, നേഴ്സസിൻ്റെ സാലറി സ്കെയിൽ, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം അവരുടെ സാലറി സ്കെയിലിനെ കുറിച്ച് നമ്മുടെ ഗവൺമെൻറ് ഒന്നുകൂടെ ചിന്തിക്കണം. ഓക്കെ, അവരെ കൺസിഡർ ചെയ്യണം, കുറച്ചുകൂടെ ഒന്ന് അവരെ കൺസിഡർ ചെയ്യുക. അവർ ഇത്രത്തോളം ടാസ്ക് ചെയ്ത് അവരുടെ പേഴ്സണൽ ടൈമൊക്കെ മാറ്റിവെച്ച്, ഈവൻ ദോ ഇതെല്ലാം ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റും കൂടി ചെയ്ത് വെക്കണം. അത് ഡോക്ടേഴ്സിനായാലും അതെ, അവരെഴുതുന്ന ഓരോ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യാനും അവർക്ക് കുറേ ടൈം പോകുന്നുണ്ട് ആ ദിവസത്തിലെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റേഷന് മാത്രം, അതായത് ഇവർ ചെയ്ത കാര്യങ്ങൾ പേഷ്യൻറ്റിൻ്റെ ഫയലിൽ എഴുതി വെക്കാൻ മാത്രം അവരുടെ എക്സ്ട്രാ 1 hour അല്ലെങ്കിൽ 30 minutes കൂടെ അവർ എക്സ്ട്രാ ചിലവാക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് വന്നു ചേരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന അവരുടെ അഡീഷണൽ ടാസ്ക്കാണ്. അപ്പം നിങ്ങൾ എന്താ പറയുന്നത് എസ്പെഷ്യലി ഇന്ത്യയിലൊക്കെ കൺസിഡർ ചെയ്യണം, കുറച്ചുകൂടെ ഒരു സാലറി സ്കെയിൽ കൂട്ടിക്കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാനൊക്കെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇവിടെയാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് സാലറിയൊക്കെ ഉണ്ട് എങ്കിലും നാട്ടിലെ സാലറി സ്കെയിൽ ഒന്നുകൂടെ കൂട്ടിയാൽ ഒന്നുകൂടെ ഒത്തിരി നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ എനിക്കിന്ന് പറയാൻ. ഞാൻ ആരെയും പറയുമല്ല, കുറച്ച് പറയുമല്ല. ഡോക്ടേഴ്സ് ഓൾസോ they deserve best salary because they are also doing great job. Okay, without them any patient can't survive. അല്ലെങ്കിൽ ഒരു പേഷ്യൻസിനും അവരെ കൂടാതെ ഹോസ്പിറ്റൽ വിട്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നഴ്സസിന് മാത്രം ഒരു ഡോക്ടറിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. നഴ്സിന് മാത്രം ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. അപ്പം പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അവരെ ഒത്തിരി റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഒത്തിരി സ്ട്രെയിനസ് ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ഫിസിക്കൽ ടാസ്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്കൽ ടാസ്ക് ഒത്തിരിയുള്ള ഡോക്ടേഴ്സുണ്ട്, ഇവൻ ഗൈനക്കോളജിസ്റ്റ്, സർജൻസ് ഒക്കെ ഒത്തിരി സ്ട്രെസ് എടുത്ത് ഒത്തിരി ഫിസിക്കലി അവർ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ചില കാറ്റഗറി ഒക്കെ നോക്കുവാണെങ്കിൽ കൂടുതൽ ഫിസിക്കൽ ടാസ്ക് ഉള്ളത് നഴ്സസിനാണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് അനലൈസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ ഇന്ന്. താങ്ക് യു. ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. താങ്ക് യു.